بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തിൻ്റെ 1445 നമ്മിൽ നിന്നും വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പുതുവർഷത്തിലേക്ക് ഹിജറ 1446 നാം കടക്കുവാൻ പോവുകയാണ്. ഇന്ന് ശനിയാഴ്ച. മാസപ്പിറവി ദർശിച്ചാൽ നാളെ മുഹറം 1, ഞായറാഴ്ച മുഹറം 1. ശനിയാഴ്ച മാസപ്പിറവി ദർശിച്ചില്ല എങ്കിൽ ഞായർ ദുൽഹിജ്ജ 30 കണക്കാക്കി തിങ്കളാഴ്ച മുഹറം 1 ഹിജറ 1446 പുതുവർഷം. പരിശുദ്ധമായ ഇസ്ലാമിൽ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിൽ വരുത്തിയ കാര്യമല്ല. മനുഷ്യോൽപത്തി മുതൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ് ഒരു വർഷത്തിൽ 12 മാസം. അതിൽ പ്രഥമ മാസം മുഹറം. ഈ മുഹറം മാസം കൊണ്ടാണ് നമ്മുടെ മാസം ആരംഭിക്കുന്നത്. മുഹറം മാസം നോമ്പനുഷ്ഠിക്കാൻ, സുന്നത്ത് നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ഉത്കൃഷ്ടമായ മാസമാണെന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞു. അഫ്ദലു സിയാമി ബഅദ റമദാൻ ഷഹറുല്ലാഹിൽ മുഹറം. റമദാൻ മാസത്തിന് ശേഷം നോമ്പിന് ഏറ്റവും ഉത്കൃഷ്ടമായത് അള്ളാഹുവിൻ്റെ പവിത്രമായ മഹത്വമേറിയ മുഹറം മാസമാണെന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തുകൊണ്ടും അനുഗ്രഹീതമായ മാസമാണ്. ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിനും പറ്റുന്ന മാസമാണ് മുഹറം മാസം. ഹിജറ വർഷത്തിൻ്റെ ആരംഭം കുറിക്കുന്ന മാസം. അതുപോലെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം. പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒരു മാസമാണ്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് തൗബയിലൂടെ പറഞ്ഞു, മിൻഹാ അർബഅത്തുൻ ഹുറും. ഈ 12 മാസങ്ങളിൽ 4 പവിത്രമായ മാസങ്ങളുണ്ട്. അപ്പോൾ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് മുഹറം മാസം. ആദം നബി അലൈഹിസ്സലാമയുടെ തൗബ സ്വീകരിക്കപ്പെട്ട മാസമാണ് മുഹറം എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അഥവാ മുഹറം 10. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് അല്ലാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വീകരിച്ച ദിനമാണ് മുഹറം 10 എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടത് മുഹറം 10 ചരിത്രം രേഖപ്പെടുത്തുകയാണ്. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സ്വദ്ദീഖൻ നബിയ്യ വറഫഅനാഹു മക്കാനൻ അലിയ. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉന്നതമായ സ്ഥാനത്തേക്ക് നാം ഉയർത്തി. ബിൻ നുബുവത്തി ഔ ബിൽ ജന്നത്തി, പ്രവാചകത്വം കൊടുത്തുകൊണ്ട് നാം ഉയർത്തി. അതല്ല, സ്വർഗത്തിലേക്ക് നാം ഉയർത്തി എന്നും ഈ പരിശുദ്ധമായ ഖുർആന് മുഫസ്സിറുകൾ, വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ സ്വർഗത്തിലാണ് എന്നാണ് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചതും മുഹറം 10 കാണാൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല തൗറാത്ത് എന്ന കിതാബ് നൽകിയത് മുഹറം 10 കാണാൻ കഴിയും. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജയിൽ മോചിതനാക്കിയത് മുഹറം 10 ചരിത്രത്തിൽ കാണാം. യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിയുടെ വേർപാടിൽ ദുഃഖിതനായ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞ് തൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട കണ്ണിൻ്റെ കാഴ്ച യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരിച്ചു കിട്ടിയത് മുഹറം 10 ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇദ്ഹബൂ ബി ഖമീസി ഹാദാ
ഫാൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറ. യൂസുഫ് നബി അലിഹിസ്ലാത്തു വസ്സലാം സഹോദരങ്ങളുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ കമീസ് കൊടുത്തു വിട്ടു. ഇദ്ഹബു ബി ഖമീസി ഹാദ, എൻ്റെ ഈ കമീസ് കൊണ്ടുപോകുക. ഫാൽഖൂഹു അലാ വജ്ഹി അബി, എൻ്റെ വാപ്പാൻ്റെ മുഖത്ത് നിങ്ങൾ ഇത് ഇടുക. യഅതി ബസീറ, വാപ്പാൻ്റെ കാഴ്ച തിരിച്ചു കിട്ടും. ഉണ്ടോ? ബർക്കത്തെടുക്കലാണ്. അപ്പം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞയച്ച ഈ പരിശുദ്ധമായ ആയത്ത്. അപ്പോൾ ഈ കമീസ് കൊടുത്തയച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തിട്ടപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടി. ഇത് മുഹറം 10 പറയപ്പെടുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീർഘമായ 18 വർഷത്തെ രോഗബാധിതനായ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് അള്ളാഹു തആല ശമനം കൊടുത്ത ഈ മുഹറം 10 ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട് 40 ദിവസം കടന്നു. ആ മത്സ്യം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറന്തള്ളിയത് മുഹറം 10 ചരിത്രം രേഖപ്പെടുത്തുകയാണ്. റബ്ബന, അദ്ദേഹം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അല്ലാഹു തആല മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തള്ളി 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് മുഹറം 10 പഠിപ്പിക്കുകയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ലോകം മടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരിൽ 2 മുസ്ലിമീങ്ങളാണ്. അതിൽ ഒന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന് അധികാരം കൊടുത്തത് ഈ മുഹറം 10 ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നുബുവത്ത് പ്രവാചകത്വം കൊടുത്തതും മുഹറം 10 പറയപ്പെടുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കപ്പലിൽ നിന്ന് അല്ലാഹു തആല പുറത്തിറക്കിയത് ഈ മുഹറം 10 ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ കപ്പൽ നങ്കൂരം ഇട്ടത് മുഹറം 10. അതുപോലെ ഇസ്രായേൽ സന്തതികൾ ഇസ്രായേലിയർക്ക് സമുദ്രത്തെ പിളർത്തി അവർക്ക് ആ സമുദ്രത്തെ സഞ്ചാരയോഗ്യമാക്കി കൊടുത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഫറോവായെയും ജനതയെയും മുക്കിക്കൊല്ലുകയും ചെയ്തത് മുഹറം 10. നൈൽ നദിയിലെ ബഹറുൽ കുൽസും എന്ന് പറയുന്ന പ്രത്യേക ഭാഗത്ത് വജാവസ്നാ ബിബനി ഇസ്രായീൽ ബഹ്റ ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗയൻ വഅദ്വൻ ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്. ഇങ്ങനെ തുടങ്ങുന്ന ആയത്ത് ആ സംഭവം വിവരിക്കുകയാണ്. അല്ലാഹു തആല ബനു ഇസ്രായേലികൾക്ക് ആ സമുദ്രത്തെ ബഹറുൽ കുൽസും, നൈൽ നദിയിലെ ബഹറുൽ കുൽസുമിനെ ആ ഭാഗത്ത് 2 പിളർന്നുകൊണ്ട് അവർക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തു. അവർ അക്കരെ കടന്നപ്പോൾ ഈ പുറകെ വന്ന ഈ പാതയിലൂടെ പുറകെ വന്നവർ നടുഭാഗത്തെത്തിയപ്പോൾ സമുദ്രം ഒന്നായിത്തീരുകയും അവർ മുങ്ങിച്ചാവുകയും ചെയ്ത സംഭവം മുഹറം 10 രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ സൃഷ്ടിച്ചത് ആദ്യത്തെ ദിവസം മുഹറം 10. ആകാശത്ത് നിന്ന് ആദ്യമായി മഴ വർഷിപ്പിച്ചത് മുഹറം 10. ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആദ്യമായിട്ട് റഹ്മത്ത് ചൊരിഞ്ഞത് മുഹറം 10. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് മുഹറം 10. എന്നൊക്കെ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത് മുഹറം മാസത്തിലാണ്. ഒന്നിനും കൊള്ളൂല, മക്കളുടെ വിവാഹത്തിന് പറ്റൂല, നല്ല കാര്യങ്ങൾക്ക് പറ്റൂല, വീട് കയറി താമസത്തിന് പറ്റൂല, നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റൂല എന്ന് വിചാരിക്കുന്ന ആ അന്ധവിശ്വാസം അത് മാറ്റണം. മഹാൻ നബിതങ്ങൾ ഖദീജ ബിബി വിവാഹം കഴിച്ചത് മുഹറത്തിലാണ്. അപ്പോൾ ഈ ഹിജറ വർഷം, അപ്പോൾ ഇതെല്ലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആകാശഭൂമികൾ സൃഷ്ടിച്ച സമയം മുതൽ തന്നെ ഈ വർഷങ്ങളെല്ലാം ഉണ്ട് അള്ളാഹു നിശ്ചയിച്ചതാ. പക്ഷേ ഹിജറ വർഷത്തിൻ്റെ കലണ്ടർ അത് നടപ്പിൽ വരുത്തിയത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ആണ്. മഹാനായ യമനിലെ ഗവർണറായിരുന്ന അബൂ മുസ അശ്അരി റളിയല്ലാഹു തആല ഉമർ അള്ളാഹിനെ കത്തയച്ചു. അങ്ങ് ഖലീഫ അയക്കുന്ന കത്തുകൾ ആദ്യത്തെ കത്തേതാണ്, രണ്ടാമത്തെ കത്തേതാണെന്ന് മനസ്സിലാകുന്നില്ല. ആദ്യം നടപ്പിൽ വരുത്തേണ്ട കാര്യം ഏതാണ്, പിന്നീട് നടപ്പിൽ വരുത്തേണ്ട കാര്യങ്ങൾ ഏതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഒരു താരീഖ് വേണം, നിശ്ചയം വേണം. അങ്ങനെ സഹാബാക്കളെ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൂട്ടി അങ്ങനെ തീരുമാനിച്ചത് ഹിജറയുടെ അടിസ്ഥാനത്തിൽ, നിബിതങ്ങളുടെ ഹിജറയുടെ അടിസ്ഥാനത്തിൽ, ഹിജറ മാസം മുഹറം മാസത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിജറ കലണ്ടർ നടപ്പിൽ വരുത്തിയത് എന്ന് മാത്രം. പക്ഷേ ആദ്യം മുതൽ തന്നെ ഈ മാസങ്ങളെല്ലാം ഉണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇങ്ങനെ എല്ലാ വിധത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി കൽപ്പിച്ച മാസമാണ് മുഹറം മാസം, യുദ്ധനിഷിദ്ധമാക്കപ്പെട്ട മാസം. എന്തുകൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും ഉത്കൃഷ്ടമായ മാസം, സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഏറ്റവും ഉത്കൃഷ്ടമായ മാസം മുഹറം മാസം. അതിൽ തന്നെ 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കുന്ന പ്രവണത മുൻകാലഘട്ടത്തിലുണ്ടായിരുന്നു. 1 മുതൽ 10 വരെ നമ്മുടെ പൂർവികന്മാർ നോമ്പ് പിടിക്കുമായിരുന്നു. പ്രബലമായ സുന്നത്തല്ലെങ്കിലും പക്ഷേ അങ്ങനെ നോമ്പ് പിടിക്കുന്നവർ 1 മുതൽ 10 വരെ മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെക്കും. മക്കളുടെ വിവാഹമാണെങ്കിലും പുതിയ വീട്ടിലേക്കുള്ള പ്രവേശനമാണെങ്കിലും
ബിസിനസ് തുടങ്ങുന്ന കാര്യമാണെങ്കിലും എല്ലാം മാറ്റിവെക്കുന്ന നോമ്പിന് തടസ്സം വരരുത്. സുന്നത്തായ നോമ്പാണ് എങ്കിലും അതിന് തടസ്സം വരരുത്. നോമ്പ് പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കൂല. ഇങ്ങനെ അവർ ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിരുന്നു നോമ്പിൻ്റെ പേരിൽ, സുന്നത്തായ കാര്യങ്ങളുടെ നോമ്പിൻ്റെ പേരിൽ. അതിൻ്റെ പേരിൽ മാറ്റിവെച്ചു എന്നല്ലാതെ കണ്ട് ആ ദിവസം, ഈ ദിവസങ്ങൾ 1 മുതൽ 10 വരെ ഒന്നിനും കൊള്ളൂല എന്നുള്ള ഒരു ധാരണ, ഒരു വിശ്വാസം നമുക്ക് നല്ലതല്ല. എല്ലാ നല്ല കാര്യങ്ങൾക്കും പറ്റിയ മാസമാണ് മുഹറം മാസം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ്, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുമായിരുന്നു, പിടിക്കുമായിരുന്നു മുഹറം മാസത്തിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ മുഹറം മാസം, പവിത്രമായ മുഹറം മാസം, അത് ഒന്നുകിൽ ഇന്ന് മാസപ്പിറവി ദർശിച്ചാൽ നാളെ മുഹറം 1 അതല്ല മാസപ്പിറവി ദർശിച്ചില്ലെങ്കിലോ നാളെ ദുൽഹിജ്ജ 30 തിങ്കളാഴ്ച 1. ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ മാസപ്പിറവി ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ചൊല്ലൽ സുന്നത്തായ ദിക്ർ നമുക്കറിയാം. സഹാബത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ, അല്ലാഹുമ്മ അദ്ഖിൽഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വജിവാരി മിന ഷൈത്താനി വരിദ്വാനി മിനർ റഹ്മാൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അദ്ഖിൽഹു, ഈ വർഷത്തെ ഞങ്ങളിലേക്ക് നീ ആഗതമാക്കണമേ. ഈ വർഷത്തെ ഞങ്ങളിലേക്ക്, അലീന, ഞങ്ങളിലേക്ക് നീ ആഗതമാക്കണമേ. ബിൽ അംനി, നിർഭയത്വത്തോടുകൂടെ, വൽ ഈമാനി, വിശ്വാസത്തോടുകൂടെ, വസ്സലാമത്തി, രക്ഷയോടുകൂടെ, വൽ ഇസ്ലാമി, ഇസ്ലാമോടുകൂടെ, വജിവാരിമ്മിന ഷെയ്ത്താനി, ഷെയ്ത്താനിൻ്റെ, ആ പിശാജിൻ്റെ ഉപദ്രവം, അവനിൽ നിന്നുള്ള അഭയം, ആ അഭയത്തോടുകൂടെ, പിശാചിനെ തൊട്ടുള്ള കാവലോടുകൂടെ, വരിദ്വാനി മിനർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തത്തോടുകൂടെ ഈ വർഷത്തെ ഞങ്ങളിലേക്ക് നീ ആഗതമാക്കണമേ. മാസാരംഭത്തിലാണെങ്കിൽ ഈ മാസത്തെ ഞങ്ങളിലേക്ക് നീ ആഗതമാക്കണമേ എന്ന് സ്വഹാബത്ത് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോകുന്ന വർഷം, കഴിഞ്ഞു പോകുന്ന വർഷം ഒന്നുകിൽ ഇന്ന് മഗ്രിബോടുകൂടെ കഴിഞ്ഞു പോകുന്നു, ഈ ഹിജറ 1445, അല്ലെങ്കിൽ നാളെ ശനിയാഴ്ച, ഞായറാഴ്ച വൈകുന്നേരം ആ മഗ്രിബോടുകൂടെ, മഗ്രിബ് വാങ്കുളിക്കുന്നതോടുകൂടെ അഥവാ അസ്തമയത്തോടുകൂടെ പഴയ വർഷം ഹിജറ 1445 അവസാനിക്കുന്നു. ഒന്നുകിൽ നാളെ ഹിജറ 1446 ഞായറാഴ്ച, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഹിജറ 1446. ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മുഹറം 1 എന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞിരിക്കാം. അല്ലെങ്കിൽ അതല്ല, നാളെ മുഹറം ഞായറാഴ്ച മുഹറം 10, തിങ്കളാഴ്ചയാണ് 1 എന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞിരിക്കാം. എന്തായാലും നമ്മൾ മാസപ്പിറവി ദർശിച്ചു എന്ന് അറിഞ്ഞാൽ, ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറം 1 നമ്മൾ അറിഞ്ഞാൽ, ഈ പ്രാർത്ഥനകൾ, നമ്മൾ പഠിച്ച ദിക്റുകളിലൊക്കെ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാകപ്പിഴവുകളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്ത എല്ലാവിധ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അർഹമുർ റഹീമായ തമ്പുരാൻ, പുതുവർഷത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അർഹമുർ റഹീമായ തമ്പുരാൻ, നമ്മിൽ ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുന്യാവിലും ആഖിറത്തിലും വിജയിക്കുന്ന ഇഹപര വിജയികളിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.